Good morning, ma'am. Good morning, ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ പഠിച്ചോ? പഠിച്ചോ കഴിഞ്ഞ ദിവസത്തേക്ക്? എല്ലാരും അതെ പഠിച്ചോ, വായിച്ചു നോക്കിയോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നോ റിപ്ലൈ. കഴിഞ്ഞ ദിവസം നമ്മള് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വിവിധങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളാണ് പഠിച്ചത്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, പല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വരെ പഠിച്ചു നിർത്തി. അവിടെ വരെ പഠിച്ചോ? അല്ലെങ്കിൽ അവിടെ വരെയാണോ ഞാൻ എടുത്തേ? ഓർമ്മയുണ്ടോ? ഇത്ര നേരം എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ കുറച്ച് പേരുടെ സൗണ്ട് ഒക്കെ കേട്ടല്ലോ. ഇപ്പൊ എന്തേ സൗണ്ട് ഇല്ലല്ലോ? എന്തു പറ്റി? സൗണ്ട് കേൾക്കാനില്ല. കോൾ മ്യൂട്ട് ഞാൻ കൊടുത്തിട്ടുമില്ല. ആരും പഠിച്ചിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? വായിച്ചു നോക്കിയോ പിള്ളേരെ? എന്നാ പിന്നെ മ്യൂട്ട് തന്നെ ആയിട്ടിരിക്കട്ടെ, അതായിരിക്കും കുറച്ച് ബെറ്റർ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കംപ്ലീറ്റ് ചെയ്തോ? ഞാനിവിടെ ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ, ഇവിടെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലാവരും പഠിച്ചു. ഓരോ എന്താ പറയാ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിനും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. എല്ലാം ഒരുപോലത്തെ ആ വ്യത്യസ്തതകൾ മനസ്സിലാക്കണം. എന്തായാലും ഞാൻ ആദ്യത്തെ സെന്റൻസുകൾ മാർക്ക് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ആ സെന്റൻസിൽ എന്താ പറയാ അതിന്റെ ഒരു എന്താ പറയാ കൺക്ലൂഷൻ എന്താണ്, ആ ഒരു കവറേജ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻസുകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഓരോന്നും പറഞ്ഞത് അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രധാനമായിട്ടും എന്തിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? Owing to hospitalization expenses which is required for the treatment of illness or accident. ഒരു പേഷ്യന്റ്, ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഫോർ ദ ട്രീറ്റ്മെന്റ്, അവരുടെ രോഗത്തിന്റെ എന്താ പറയുക ചികിത്സയ്ക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതിന് ആ പറഞ്ഞിരിക്കുന്ന ചെലവുകൾ എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് അതിന്റെ റിക്വയർഡ് ബിൽ പ്രകാരം അതിനുള്ള ക്യാഷ് കവർ കൊടുക്കുന്ന ഒരു പോളിസി അല്ലെങ്കിൽ അത്തരം ഒരു ടൈപ്പാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. And while providing this coverage, there are some exclusions and limitations. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമായാലും അതിൻ്റെതായ, അതായത് ആ ഒരു പോളിസിയുടെ അല്ലെങ്കിൽ ആ ഒരു കവറേജ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില എക്സ്ക്ലൂഷൻസും ചില ലിമിറ്റേഷൻസും ചില ഒഴിവാക്കലുകളും ചില പരിമിതികളും അതിന്റെ ബിറ്റ്വീനിലുണ്ട്. അതുകൂടി കൺസിഡർ ചെയ്തിട്ടുള്ള കവറേജ് ആയിരിക്കും ഓരോ പോളിസീസും അവര് കൊടുക്കുന്നത്, കവറേജ് കൊടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സ്പെൻസസുകളാണ്. എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ ബില്ല് പ്രകാരമുള്ള എന്ത് മെഡിസിൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളോ ICU ചാർജസ് എന്തൊക്കെയാണ് അതിന്റെ ബില്ലിൽ വന്നിരിക്കുന്നത്, ആ ബില്ലിൽ റിക്വയർഡ് ആയിട്ടുള്ള ബില്ലിന്റെ ആ ഒരു കവറേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. ക്യാഷ് കവർ നമ്മൾ പറഞ്ഞു, അത് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഹോസ്പിറ്റലൈസേഷൻ കവർ അല്ലാതെ അത് കൂടാതെ ഉണ്ടാകുന്ന
അതായത് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്ക് മരുന്നിനൊക്കെ വേണ്ടിയിട്ട് പൈസ ചെലവായിട്ടുണ്ടാകും. ആൻഡ് മോറോവർ അതിനേക്കാൾ ഉപരിയായിട്ട് ചില നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസുകളും ഹോസ്പിറ്റൽസിൽ വരാറുണ്ട്. അതായത് നമ്മുടെ ചികിത്സയുമായിട്ട് ഡയറക്ട്ലി അതിന് ബന്ധമില്ല. അതായത് മരുന്ന് തരുന്നു, സർജറി നടത്തുന്നു, ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്പെടുത്തി ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ ICU ഒക്കെ ഉപയോഗപ്പെടുത്തി അതിന്റെ ചാർജസ്, ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ ട്രീറ്റ്മെന്റുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ നോൺ മെഡിക്കൽ നേച്ചറിലായിട്ടുള്ള ചില എക്സ്പെൻസസ് കൂടി കവർ ചെയ്യുന്ന ഒരു എന്താ പറയാ ഇൻഷുറൻസ് സ്കീമാണ് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഹോസ്പിറ്റലിലെ സ്റ്റേ, അതിനുവേണ്ടി വരുന്ന ചെലവ്, സ്പെഷ്യൽ ഡയറ്റ് പ്രകാരമുള്ള ഫുഡ് നമുക്ക് പേഷ്യന്റിന് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന്റെ ചെലവ്, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിന് വീട്ടിലേക്കും ഒക്കെ ആ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചെലവുകളൊക്കെ. അപ്പൊ അത് നോൺ മെഡിക്കൽ ആണ്, ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ല. പക്ഷെ there are some expenses, അതായത് ചില കോമൺ പീപ്പിളിനെ സംബന്ധിച്ച് അത്തരം എക്സ്പെൻസുകളൊക്കെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ തന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പൊ അത് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ്, ചില ഗ്രേവ് ആയിട്ടുള്ള ചില സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സുകൾക്ക് വേണ്ടി പ്രത്യേകം കവറേജ് കൊടുക്കുന്ന ഒരു എന്താ പറയാ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് നമ്മളുടെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. നമ്മുടെ ക്യാൻസർ, പാരലൈസിസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെ കുറച്ച് കൂടുതൽ എമൗണ്ടുകളൊക്കെ ചെലവാകുന്നതാണ്. മാത്രമല്ല ഇറ്റ് റിക്വയർസ് പ്രൊലോങ്ഡ് റിക്കവറി. അല്ലെ, ഇതിന്റെ റിക്കവറി ടൈം എന്ന് പറയുന്നത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും തീരുന്നതല്ല ഇത്തരം ചില അസുഖങ്ങൾ. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ റിക്കവറി ടൈം ആവശ്യമുണ്ട്. മാത്രമല്ല ആ റിക്കവറി എടുക്കുന്ന സമയത്തും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും ചിലപ്പോ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാനും ഒക്കെ നമ്മൾ ചെലവുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കോമൺ മാനിന് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരം കവറേജ് കൊടുക്കുന്ന പോളിസീസും ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസിനകത്ത്. അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന ചില ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ, പിന്നെ ലോസ് ഓഫ് ഇൻകം ഓഫ് ദ ഫാമിലി, ഫാമിലിക്ക് ഉണ്ടാകുന്ന ഇത്തരം നഷ്ടങ്ങൾ. ഈ ഫാമിലിയുടെ നഷ്ടം എന്ന് നിങ്ങൾ ബന്ധപ്പെടുത്തി പറയണോ, ആലോചിക്കണോ കേട്ടോ. ആ ഒരു ആളുടെ ഇൻകം അവിടെ നഷ്ടപ്പെടുകയാണ് ആ ഫാമിലിയുടെ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ചേഞ്ച് ദ ഫുൾ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ ആ ഒരു ഘടന തന്നെ മാറ്റിക്കളയും. ആളുടെ വരുമാന മാർഗം നേടുന്ന ആളാണ് അസുഖമായിട്ട് വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറെ കഴിയുമ്പോൾ വീട്ടിലും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുന്നു. That means there is a loss of income in their family. അവരുടെ ഫാമിലിയില് ഇൻകം ലോസ് ഉണ്ടാകുന്നു. അത്തരം ചാർജസ് കൂടി എന്ത് ചെയ്യുന്നു, അവർ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള സ്കീമാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ആക്സിഡന്റ് കവർ നമ്മൾ പറഞ്ഞു, ആക്സിഡന്റുകൾക്ക് വേണ്ടി മാത്രമാണ്. ഓൺ അക്കൗണ്ട് ഓഫ് ഓൺലി ആക്സിഡന്റുകൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന പോളിസി ഇൻഷുർഡ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി പെയ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡിസബിലിറ്റി ഓർ ഉണ്ടാകുന്ന ആ ഒരു ആക്സിഡന്റുമായിട്ടുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപാകതകള്, ഡിസബിലിറ്റീസ്, അല്ലെങ്കിൽ ഈവൻ ഡെത്ത് ആണെങ്കിൽ പോലും അതിന്റെ ഡിഗ്രി ഓഫ് ആ ഒരു എന്താണ് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ഗൗരവമേറിയ ആക്സിഡന്റുകളാണ്, അല്ലെങ്കിൽ ആ ആൾക്ക് മരണം സംഭവിച്ചോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയോ, ഇതൊക്കെ നോക്കിയിട്ട് ഫുൾ ലംസം എമൗണ്ട് ആയിട്ട്, അതായത് ആസ് എ ഹോൾ എമൗണ്ട് ഒറ്റയടിക്ക് കൊടുക്കുന്ന കവറേജ് ആണ്. പിന്നെ ടോപ്പ് അപ്പ് കവർ നമ്മൾ പറഞ്ഞു. നമ്മളുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിനോടൊപ്പം വി ക്യാൻ ആഡ് ഓൺ, അല്ലെ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ടോപ്പ് അപ്പ് കൂടി ചെയ്യാൻ പറ്റുന്ന കവറേജ് കൊടുക്കുന്നതാണ്. അതായത് നമ്മളുടെ ഇഫ് അവർ എക്സിസ്റ്റിംഗ് പോളിസി ബിക്കംസ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്, അത് തീർന്നു അല്ലെങ്കിൽ തീരാറായിക്കൊണ്ടിരിക്കുന്നു. അതായത് നമുക്ക് അടുത്തൊരു ഇൻസിഡന്റ് നമുക്ക് മുമ്പിൽ വന്നാൽ വി കനോട്ട് ബെയർ ഇറ്റ്, ആ ഒരു ഫിനാൻഷ്യൽ ലോസ് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഇയറിനുള്ളിൽ നമ്മൾ അതിന്റെ എമൗണ്ട് ഒക്കെ, ഇൻഷുർഡ് എമൗണ്ട് ഒക്കെ നമുക്ക് തന്നു ഇൻഷുറൻസ് കമ്പനി. പക്ഷേ ആ ഒരു ഇയർ കഴിയാൻ ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകളോ ഇൽനെസ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള പോളിസിയോടൊപ്പം നമുക്ക് കുറച്ച് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് ടോപ്പ് അപ്പ് കവർ. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള ചില ഇൻഷുറൻസ് പദ്ധതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ചില എന്താ പറയാ പുതിയ അതായത് ഇന്ന് ഒരുപാട് അങ്ങനത്തെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, അല്ലെ. അപ്പൊ നമുക്കത് 1 by 1 ആയിട്ട് കുറച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, SHI എന്നൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കാട്ടോ. ബ്രാക്കറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് SHI എന്ന് എഴുതുക.
ഓക്കെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ നമുക്ക് ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഷുഡ് ഫോളോ വൺ ഓഫ് ദ ത്രീ, എനി വൺ ഓഫ് ദ ത്രീ. അതായത് ഈ താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്താ പറയാ വ്യവസ്ഥകൾക്ക് വിധേയമായ രീതിയിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അതിനകത്ത് അംഗമാകാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഒരു എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില 3 പോയിന്റുകളാണ് ആ പറഞ്ഞിരിക്കുന്നത്. 3 കണ്ടീഷൻസ് ഇവർ പറയുന്നുണ്ട്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹാവ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 3 ഫോളോയിങ് കണ്ടീഷൻസ്. ഈ താഴെ പറയുന്ന 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്രോഗ്രാമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ലഭിക്കുന്നത്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് 3 കണ്ടീഷൻസ് ഈ പദ്ധതിയുടെ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബ്രാക്കറ്റിൽ SHI എന്ന് എഴുതാം. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡാറ്ററി either by law or by conditions of employment. അതായത് ഒരു ജോലി, ഏതെങ്കിലും ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ആ തൊഴിലിന്റെ ചില വ്യവസ്ഥകളുണ്ട്. ആ ഒരു ജോലിക്ക് ഒരു പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളോ അല്ലെങ്കിൽ ബൈ നിയമപ്രകാരമാവും ഏതെങ്കിലും ഒരു രീതിയിൽ എന്തുണ്ടായിരിക്കണം, ഈ ഒരു എന്തെങ്കിലും ആ ഒരു ജോലിയിൽ പങ്കാളിയായിരിക്കണം. ആ ആൾക്ക് എംപ്ലോയ്മെന്റിൽ ഒരു എംപ്ലോയർ ആയിരിക്കണം. എംപ്ലോയി ആകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അതിന്റെ കവറേജ് കിട്ടാൻ, ആ പോളിസിയിൽ എന്താ പറയാ നമുക്ക് കിട്ടേണ്ട ഇൻഡെംനിറ്റി, ആ ലോസിനെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള നഷ്ടപരിഹാരം കിട്ടണമെങ്കിലും നിയമപ്രകാരം അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിലെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കും. അത് ഏതെങ്കിലും ഒരെണ്ണം നെസസറി ആണ്. മാൻഡാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നെസസറി ആണ്. പിന്നെ ഈ പ്രോഗ്രാം എക്സസൈസ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ഈ പറയുന്ന സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന എന്താ പറയാ ഇൻഷുറൻസ് പദ്ധതിയല്ല, അതിനേക്കാൾ ഉപരി ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനാണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, വളരെ ചുരുങ്ങിയ ഒരു ആളുകളുടെ ഒരു എന്താ പറയാ തൊഴിലാളികളുടെ കൂട്ടത്തിന് അത് എടുക്കുന്നത് എംപ്ലോയർ ആയിരിക്കും. ഈ പറയുന്ന നമുക്ക് ചില ജോലികൾക്കൊക്കെ കുറച്ച് റിസ്ക് കൂടുതലുള്ള ജോലികൾ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ എപ്പോഴൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ചില റിസ്കി ഫാക്ടേഴ്സ് കൂടുതൽ ഉള്ള ചില ജോലിക്ക് എംപ്ലോയർ എംപ്ലോയീസിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് എടുക്കും. എന്തിനാണെന്നറിയോ, അതായത് ചിലപ്പോ ആ ഒരു ജോലിയുടെ ഇടയിൽ അവർക്ക് എംപ്ലോയീസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അപകടങ്ങളാകാം, ചിലപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളാകാം. അങ്ങനെ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് ആ ജോലിയുടെ ആ ഒരു എന്താ പറയാ കോഴ്സിനകത്താണ് ഈ പറയുന്ന എംപ്ലോയീസിന് എന്താ പറയാ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ചെലവുകൾ വഹിക്കേണ്ടത് എംപ്ലോയറാണ്. സോ ദാറ്റ് എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഈ ഗ്രൂപ്പിന്റെ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു പോളിസി എടുക്കുന്നു. അതാണ് പ്രത്യേകത. എംപ്ലോയർ മേക്സ് എ കോൺട്രിബ്യൂഷൻ. അപ്പൊ എംപ്ലോയർ ആണ് ഇവരുടെ പോളിസി എടുക്കുന്നത്. സോ ഹി ഹാവ് ടു പേ ദ കോൺട്രിബ്യൂഷൻ. തീർച്ചയായിട്ടും അതിന്റെ പ്രീമിയം അടയ്ക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത് അടയ്ക്കേണ്ടത് എംപ്ലോയർ തന്നെയാണ്. അപ്പൊ എംപ്ലോയർ ഇപ്പൊ ഇവിടെ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള, ചിലപ്പോ എന്താ പറയാ ഭയങ്കരമായിട്ട് ചില ഈ ഫാക്ടറീസ് ഒക്കെ ആണെങ്കിലല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കാണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കാം. ഫാക്ടറി ജീവനക്കാർക്കൊക്കെ അവിടെ നിന്നുണ്ടാകുന്ന ഒത്തിരി എന്താ ഫ്യൂംസ്, ഭയങ്കര ഗ്യാസ് നിറഞ്ഞ പലതരത്തിലുള്ള എന്താ പറയാ പോയ്സണസ് ആയിട്ടുള്ള ഫ്യൂംസ്, പുകകളൊക്കെ വരും. അപ്പൊ അതൊക്കെ ശ്വസിച്ച് അതുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആർക്കറിയാം, എംപ്ലോയർക്ക് അറിയാം. കാരണം പക്ഷെ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അത് നടത്താതെ പറ്റില്ല. ചില കാര്യങ്ങളുടെ പ്രൊഡക്ഷൻ ഫാക്ടറി നിലനിന്നേ പറ്റൂ. അപ്പൊ അത്തരം പ്രൊഡക്ഷൻ പർപ്പസിനകത്ത് നേരിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള ആളുകളാണ് ഈ പറയുന്ന തൊഴിലാളികൾ. അപ്പൊ അവർക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സോ ദാറ്റ് പിന്നീട് അവർക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, അപ്പൊ ആ അസുഖങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ എന്താ പറയാ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിനെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. എംപ്ലോയ്മെന്റിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നിയമപ്രകാരം ചില കാര്യങ്ങളുണ്ട്. ഇത് ഫോളോ ചെയ്തിരിക്കുന്നത് നിർബന്ധമായിരിക്കണം. മാത്രമല്ല ഇതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ പേരിലായിരിക്കും ഈ ഒരു സ്കീം നടപ്പിലാക്കുക. ആൻഡ് ദ എംപ്ലോയർ ഹാസ് ടു മേക്ക് ദ കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ആയിരിക്കും ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് നടത്തുക. ക്ലിയർ ആയോ എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ 3 പോയിന്റ് മനസ്സിലായോ? കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അതൊന്ന് ടിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ?
അടുത്തത് പറയാൻ പോകാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഗവൺമെന്റ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് അതിന്റെ എന്താ പറയാ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എന്ത് നേട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. തീർച്ചയായിട്ടും ഇതൊരു ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആയതുകൊണ്ട് തന്നെ അത് വളരെ ചുരുങ്ങിയ, അത് ചെറിയ പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലോ കോസ്റ്റിൽ ഓഫർ ചെയ്യുന്ന ഒരു പോളിസിയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത് ലോ കോസ്റ്റിലാണ്, വളരെ ചെറിയ ഒരു കോസ്റ്റിലാണ്. നമുക്കറിയാം ഒരുപാട് വലിയ വലിയ എമൗണ്ട് അടയ്ക്കേണ്ട പോളിസീസ് ഒക്കെ ഉണ്ട് അല്ലെ. പ്രൈവറ്റ് ആളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒത്തിരി നല്ല പൈസ ഉള്ളവർക്കൊക്കെ അത്തരം പോളിസീസിലൊക്കെ അവർക്ക് പങ്കുചേരാം. ബിക്കോസ് അവരുടെ ഇൻകം അനുസരിച്ച് അവർക്ക് അതിന്റെ പ്രീമിയം അടയ്ക്കാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന തൊഴിൽ വിഭാഗം, തൊഴിലാളികള്, ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത്, കൂലി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ അതിന് അതിൽ നിന്ന് എന്താ പറയാ സ്വന്തം ലൈഫിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് കൂടി എടുക്കാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുന്നതല്ല. നമുക്കറിയാം എല്ലാവർക്കും, പാവങ്ങള് പണക്കാരൊന്നും ഇല്ല രോഗം വരുന്നതിന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ദേ ആർ നോട്ട് ഏബിൾ ടു പേ സച്ച് എമൗണ്ട് ആസ് കോൺട്രിബ്യൂഷൻ. അത്രയും വലിയ എമൗണ്ട് ഒക്കെ അവർക്ക് കോൺട്രിബ്യൂഷൻ അടച്ച് ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് അവരെ അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ചില പദ്ധതികളാണ്. അതിലൊന്നാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ അത് ഓഫർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് വലിയ കാശ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ലോ കോസ്റ്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ളവര് BPL ഫാമിലീസ് ആണ്. ഓൾസോ ഗെറ്റ് ദ ബെനിഫിറ്റ് അണ്ടർ ദിസ് പോളിസി. അപ്പൊ എംപ്ലോയീസും അതുകൂടാതെ BPL ഫാമിലീസിനും കൂടി നമുക്ക് ഈ ഒരു പോളിസീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എംപ്ലോയീസിനും ഒക്കെ ഫാക്ടറീസിലും മറ്റു ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഇത് ഓഫർ ചെയ്തിരിക്കുന്നു. പക്ഷെ എന്നും ആർക്കും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. BPL ഫാമിലീസിനെയും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കുന്നുണ്ട് ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് കവറേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ഇൻഷുറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിന് ഈ ഒരു എന്താ പറയാ ഇൻഷുറൻസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് നമുക്കിപ്പോ വലിയ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു, അപ്പൊ നിങ്ങൾ പാവങ്ങളല്ലേ, കുറച്ച് പൈസ അടച്ചിട്ടല്ലേ നിങ്ങൾ എന്താ പറയാ ഈ സ്കീമിലേക്ക് വന്നിട്ടുള്ളൂ, ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിച്ചാൽ മതി. നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകൾ, ഇന്ന് കുറെ മാറ്റം വന്നു കേട്ടോ. ആളുകൾക്ക് കുറച്ച് സേഫ് സെക്യൂരിറ്റി എന്നൊക്കെ തോന്നുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മാത്രമായിരുന്നു കുറച്ച് മുമ്പ് വരെയൊക്കെ. ഇപ്പൊ കുറച്ച് വീണ്ടും ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പുതിയ പുതിയ ഇന്നോവേഷൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അവരുടെ മെഷീൻസിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്താ പറയാ വലിയ വലിയ അസുഖങ്ങളൊക്കെ നമ്മളെ ബാധിച്ചാൽ അവിടെ അതിന് നമുക്കറിയാം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ മെഷീൻസ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ തന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകുമായിരുന്നു. ഇന്ന് കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇംപ്രൂവ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലായിരിക്കും ഇത്തരം, കാരണം BPL ഫാമിലീസ് ആണ് ചെറിയ കോൺട്രിബ്യൂഷൻ അടച്ചിട്ടുള്ള പോളിസിയിൽ അവരെടുത്തേക്കണ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള പദ്ധതിയിലെ അംഗങ്ങളാണ്. അപ്പൊ അവർക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രമേ ചികിത്സ കിട്ടുള്ളൂ എന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും നമുക്ക് ബെറ്റർ ഹെൽത്ത് കെയർ എവിടെ കിട്ടുന്ന എവിടെ വേണമെങ്കിലും പോകാം. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോളിസി കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ആ പ്രധാനപ്പെട്ട ബെനിഫിറ്റിന്റെ അറ്റത്തുള്ള ഭാഗം മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആ ഒരു സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഓഫേഴ്സ് ഇറ്റ് അറ്റ് ലോ കോസ്റ്റ്. അറ്റ് ലോ കോസ്റ്റ് അതൊന്നുകൂടെ അണ്ടർലൈൻ ചെയ്താൽ മതി. മനസ്സിലായോ? BPL ഫാമിലീസ് ഓൾസോ ക്യാൻ ഗെറ്റ് അവൈൽ ഓഫ് ദിസ് പോളിസി. ഈ പോളിസിയുടെ ബെനിഫിറ്റ് അവൈലബിൾ ആക്കാനായിട്ട് BPL ഫാമിലീസിനും സാധിക്കും എന്നുള്ളതാണ്. പുവർ പീപ്പിളിന് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടുന്നതാണ്. ആ 4 അറ്റത്തുള്ള ഭാഗം നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ലോ കോസ്റ്റ്, BPL ഫാമിലീസ്, പുവർ പീപ്പിൾ, ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്, അല്ലെങ്കിൽ ആ ഒരു പോളിസിയുടെ, അല്ലെങ്കിൽ ആ ഒരു സ്കീമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററും ആണ്. മാത്രമല്ല ഇതിങ്ങനെ നിങ്ങൾ പഠിച്ചു തീട്ടി എല്ലാം കൂടിയും പഠിച്ചു കഴിഞ്ഞിട്ടും വലിയ കാര്യമില്ല. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് വെച്ചാൽ അല്ലെ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ ഉണ്ടെന്ന് നമുക്കറിയണം. അതുകൂടാതെ അതുകൊണ്ട് എന്ത് നേട്ടമാണ്, ആർക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത്? എംപ്ലോയീസ് ആണ്, പുവർ ഫാമിലീസ് ആണ്, BPL ഫാമിലീസ് ആണ്.
ഇത്രയും കൂട്ടർക്ക് ഇതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള പോളിസീസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അത്രേ ഉള്ളൂ കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിൽ മീറ്റ് എന്താ പറയാ അതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ടെങ്കിൽ 3 ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസും നിയമപ്രകാരവും കുറച്ച് കാര്യങ്ങൾ നെസസറി ആയിട്ട് വേണം, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു പോളിസി. അതിന് ഏറ്റവും കൂടുതൽ അതിന്റെ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയർ ആയിരിക്കണം, എംപ്ലോയിക്ക് വേണ്ടി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഒരു 4 ബെനിഫിറ്റുകളും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ അടുത്ത നമ്മൾ പുതിയ വേറൊരു സ്കീമാണ് പഠിക്കാൻ പോകുന്നത്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് ESI എന്ന് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എനിക്ക് അവിടെ ESI ഉള്ളതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോകണം കേട്ടില്ലേ നിങ്ങളൊന്നും. ESI ഉണ്ട്, സോ ഇന്ന ഹോസ്പിറ്റലിലാണ് പോകണ്ടേ. എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസിന്റെയും അവൈലബിലിറ്റി കിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻഡെമിനിഫിക്കേഷൻ കിട്ടുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ നമുക്ക് തേടി പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അതുപോലെ ESI എന്ന് പറയുന്നതും ഒരു ഇൻഷുറൻസ് സ്കീമാണ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. എല്ലാത്തിന്റെയും ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഫുൾ ഫോം എല്ലാത്തിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദിസ് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. 1948 മുതൽ ഈ പറഞ്ഞ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന പോളിസി അല്ലെങ്കിൽ അത്തരം സ്കീമുകൾ നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റുകൾ, ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് മെഡിക്കൽ ബെനിഫിറ്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് ഈ ഒരു ഇൻഷുറൻസിന്റെ പ്രത്യേകത. എന്തുണ്ട്? 2 കൊടുക്കുന്നുണ്ട്. ക്യാഷ് ബെനിഫിറ്റും ആൻഡ് ഓൾസോ മെഡിക്കൽ ബെനിഫിറ്റ്സ് ആർ പ്രൊവൈഡഡ് ബൈ ESI, അതായത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. IS കൂടി വന്നേക്കണം കേട്ടോ. I വരെ നേരത്തെ മുകളിൽ എഴുതിയിട്ടുള്ളൂ, പക്ഷെ അതിന്റെ ബ്രാക്കിൽ അടുത്ത സെന്റൻസിൽ IS എന്തുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്കീം കൂടി ചേർന്ന് വന്നിട്ടുണ്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. IS വരുമ്പോൾ സ്കീം കൂടി വരും. SI വരെ ഉള്ളുവെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്, മറക്കരുത്. ഇനി ഈ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾസ് ദ സ്കീം. ഈ സ്കീമിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചൊക്കെ കൊണ്ടുപോകുന്നത് ആ കോർപ്പറേഷൻ ആണെന്ന് അണ്ടർലൈൻ ചെയ്യണം. ആ സെന്റൻസ്, ആ സെന്റൻസുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1948 ആണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അത് അണ്ടർലൈൻ ചെയ്യാം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അതുവരെ അണ്ടർലൈൻ ചെയ്തോ? ഇത് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. സെമി ഗവൺമെന്റ് ബോഡിയാണ്, എന്താ പറയാ, അർദ്ധ സർക്കാർ ഒരു എന്താ പറയാ ബോഡിയാണ്. വിച്ച് ഈസ് ലെഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്ററി ഓഫ് ലേബർ ആസ് ചെയർമാൻ. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും. ഇത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ എന്താ, തൊഴിലാളികളുടെ, അതാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് ഈ ഒരു ബോഡിയുടെ, ഈ ഒരു എന്താ പറയാ ESIC എന്ന് പറയുന്ന ആ ബോഡിയുടെ ചെയർമാനും അതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവും ആയിരിക്കും. ഓക്കെ, ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ബോഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? ഡയറക്ടർ ജനറൽ. യൂണിയൻ മിനിസ്റ്ററി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇതിന്റെ ചെയർമാൻ ഈ ബോഡിയുടെ. ഓക്കെ, അതൊക്കെ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് അറിയേണ്ടത്? ESIയുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. 1948 നിലവിൽ വന്നത്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം നമ്മുടെ ബോത്ത് ക്യാഷ് ബെനിഫിറ്റും മെഡിക്കൽ ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന ESI എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു സെമി ഗവൺമെന്റ് ബോഡിയാണെന്നും അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമാണ് എന്നുള്ള കാര്യമൊക്കെ അത്രയും സെന്റൻസുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിന്റെ അടിയിൽ വരച്ചോ? അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം. ഇതിലൊന്നും നമുക്ക് മാറ്റം വരുത്താനുള്ള അർഹതയില്ല. ബിക്കോസ് ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ബോഡിയാണ്, ഇതൊരു നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും അതിനകത്തുള്ള ആളുകളുടെ പേരുകളോ എന്ന് നിലവിൽ ഒന്നും നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. ക്ലിയർ ആണോ? അടുത്തത് പറയാൻ പോവാണ്. ESIയുടെ കാര്യങ്ങളാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ. ഓക്കെ, യെസ്. ഇനി
to make use of this benefit. ഇതിന്റെ ഈ പറയുന്ന സ്കീം പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വെറുതെ അങ്ങോട്ട് ഇതിനകത്ത് എല്ലാവർക്കും ESI കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ബിക്കോസ് there are some conditions according to this ESI scheme. ഈ നമ്മുടെ ഇൻഷുറൻസ് സ്കീമുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന് ചില കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ ഉണ്ട്. അതിന് ഇവിടെ പറയുന്ന ചില സംഗതികൾ അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. The employee has to work for 78 days before sickness. ഇപ്പൊ ഒരു സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെന്ന് വിചാരിക്കും. ഇപ്പോഴത്തേക്കും എനിക്കൊരു അസുഖം വന്നു, ഞാനിപ്പോ ഒരു എംപ്ലോയി ആണ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനകത്ത് ഒരു അംഗമാണെന്ന് വിചാരിക്കാം. എനിക്ക് എന്തെങ്കിലും രോഗം വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എനിക്ക് രോഗം വന്നു, അല്ലെങ്കിൽ എനിക്ക് ആ രോഗത്തിന് എന്തെങ്കിലും ചികിത്സകളൊക്കെ വേണ്ടി വന്നപ്പോ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് അവൈൽ ചെയ്യാനായിട്ട് എന്താണ് എത്രയും പെട്ടെന്ന്, അതായത് ഞാൻ ഇപ്പൊ വന്നു ചേർന്ന് ജോലിക്ക് കയറി 2 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായാ കിട്ടില്ല എന്ന്. അത് ആ സിക്നസ് എപ്പോഴാണ് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്, അതിന്റെ തൊട്ട് മുന്നുള്ള 78 ദിവസം വരെയെങ്കിലും ആള് എംപ്ലോയി അവിടെ വർക്ക് ചെയ്തിരിക്കണം, എംപ്ലോയ്മെന്റില് ജോലിയിൽ ഉണ്ടായിരുന്നിരിക്കണം എന്ന്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ സിക്നസ് ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ ദ എംപ്ലോയി ഹാവ് ടു വർക്ക് ഫോർ 78 days before the sickness. ആ രോഗത്തിന് തൊട്ട് മുന്നുള്ള 78 ദിവസം ആള് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അത് കിട്ടുക സ്ത്രീകൾക്കാണ്, അല്ലെ? അതായത് എന്താ പറയാ, പ്രസവാനന്തരമായിട്ടുള്ള ചില അവധികളും മറ്റു അതിന്റെ ബെനിഫിറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ the woman have to have worked for 70 days before availing the benefit. ആ ബെനിഫിറ്റ് കിട്ടുന്നതിന് തൊട്ട് മുന്നുള്ള 70 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ 70 ദിവസം വരെയെങ്കിലും ജോലി ചെയ്തിട്ട് പിന്നീടാണ് നമുക്ക് എന്താ പറയാ പ്രസവത്തിന് വേണ്ടി പോകാനും അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി നമുക്ക് ലീവ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആ ദിവസങ്ങളിലെ ബെനിഫിറ്റുകൾ, ആ ജോലിക്ക് വരാൻ പറ്റൂലല്ലോ, അപ്പോ പ്രസവത്തിന് പോകണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്ക് ഒരു ലോങ് ലീവ് എടുക്കേണ്ടി വരും. ആ ഒരു ബെനിഫിറ്റ്, ആ ലോങ് ലീവ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയാ ആ ലോസ് നമുക്കറിയാലോ, വരുമാനം നമ്മുടെ നഷ്ടമാണല്ലോ, അതിന് ഇൻഡെമിനിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതിന് നമുക്ക് അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റിനെ നമുക്ക് നേട്ടം കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ 70 ദിവസം മുമ്പിലെങ്കിലും അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ മെറ്റേണിറ്റിയുടെ 70 ദിവസമാണ്. മറ്റ് സാധാരണ എംപ്ലോയീസിന് സിക്നസ് ബെനിഫിറ്റ് അവൈൽ ആകണമെങ്കിൽ 78 ദിവസം ബിഫോർ ദ സിക്നസ് ആള് ജോലി ചെയ്തിരിക്കണം. കിട്ടിയോ? പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാത്തിനും ഒരുപോലെ അല്ല കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്ത പോയിന്റിലേക്ക് പോകാമോ? എനിക്ക് എല്ലാരും പോയ എല്ലാവരും ഓക്കെ, മനസ്സിലായി എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് നോക്കിയേ. ഇനി ഇത് കൂടുതലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ തൊട്ട് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇത് കൂടുതലും ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പോളിസിയാണ്. ഫാക്ടറി ജീവനക്കാർക്കാണ് കൂടുതലും, അവർക്കാണ് ഈ പറയുന്ന പോളിസിയൊക്കെ കോൺട്രിബ്യൂഷൻ സ്വന്തമായിട്ട് കാശൊക്കെ എടുത്ത് അടയ്ക്കാൻ പറ്റാത്തവരൊക്കെ ഉള്ളൂ. കാരണം അവരുടെ ഇൻകം ഒക്കെ വളരെ ലോ ആണ്. അപ്പൊ ഫാക്ടറി വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഇതുപോലുള്ള അവരുടെ ലൈഫിനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇനി അവർക്കുണ്ടാകുന്ന എന്താ പറയുക ആക്സിഡന്റുകൾ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദയർ എംപ്ലോയ്മെന്റ്. ആ ജോലിയിൽ ഇരിക്കാൻ അവർക്കുണ്ടാകുന്ന ആക്സിഡന്റുകൾ, ഒക്യുപേഷണൽ ഹസാർഡ്സ്, ദാറ്റ് മീൻസ് തൊഴിൽപരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില എന്താ പറയാ നമ്മളിപ്പോ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, രോഗങ്ങളും അതല്ലാതെ തന്നെ അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകും. തന്നെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാം എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്കീം കൊണ്ടുവന്നത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇന്ത്യയിലും വർക്കേഴ്സിനെ, ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് ESI എന്ന് പറയുന്നത്. ഇനി the workers drawing wages not in excess of 21,000 per month can take part in the scheme. ഒരു മാസത്തില് 21,000 കൂടുതൽ തുക കൂലിയില്ലാത്തവർക്ക് 21,000 വരെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ 21,000 കൂടുതലല്ലാത്ത, അതായത് അതിന് താഴെയുള്ള കൂലി വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഒരു മാസത്തിൽ അത്രയും കൂലി വാങ്ങിക്കുന്ന ആളുകൾ, ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്കീം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്കീമില് പങ്കാളിയാകാം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? പോയിന്റ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ, അടുത്തത് employers and employees have to share their premium. അതായത് ഈ പറയുന്ന
പോളിസി ESI എന്ന് പറയുന്ന പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്നറിയോ? ഇതിന്റെ പ്രീമിയം ആരടക്കണായിരിക്കും? നമ്മൾ നേരത്തെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പറഞ്ഞു എംപ്ലോയർ ആണ് ആ പോളിസി എടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ പേരില്. ഇപ്പൊ ഇവിടെ കുറച്ച് തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വളരെ ആക്സിഡന്റ് നിറഞ്ഞ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിറഞ്ഞ ചില ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വരും. ഞങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് വലിയ റിസ്ക് ഉള്ള ജോലിയൊന്നും അല്ലാതെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള ജോലി ചെയ്യാൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും. സപ്പോസ് അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ ഭയങ്കര റിസ്ക് ഫാക്ടർ ഉള്ളതാണ്. ചില ജോലികൾ അങ്ങനത്തെ ഉണ്ടല്ലോ അല്ലെ, ഭയങ്കരമായിട്ട് കറണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ മറ്റു വലിയ മെഷീനറീസ് ഹാൻഡിൽ ചെയ്യുന്ന ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒത്തിരി റിസ്ക് ഫാക്ടർ ഉണ്ട്. അവരവരുടെ ജീവനെ തന്നെ എന്താ പറയാ കയ്യിൽ പണയം വെച്ചിട്ടൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ളവർക്ക് ഉദ്ദേശിച്ചിട്ട് എംപ്ലോയർ ആ ഗ്രൂപ്പ് ഓഫ് ടീം ആ എംപ്ലോയീസിന്റെ എല്ലാവരുടെയും കൂടി പേരിൽ ഒരു പോളിസി എടുത്തിരിക്കണം. എന്ന് വെച്ചാൽ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ പോളിസിയിൽ നിന്ന് അടച്ചിരിക്കുന്ന കാശ് ഇൻഷുറൻസ് ആയിട്ട് അവർക്ക് കിട്ടുന്നു, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ മറ്റ് ബെനിഫിറ്റുകളായിട്ടും. ഓക്കെ, അതിന് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് എംപ്ലോയർ മാത്രമാണ്. എന്നാൽ ESIയില് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനകത്ത് സ്കീമിനകത്ത് ഇവിടെ കോൺട്രിബ്യൂഷൻ ഈസ് മെയ്ഡ് ബൈ ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. രണ്ടു കൂട്ടരും അടയ്ക്കണം കോൺട്രിബ്യൂഷൻ. എന്ന് വെച്ചാൽ എനിക്കിപ്പോ ആ മെഡിക്കൽ ഇൻഷുറൻസിന് എനിക്ക് അവൈലബിലിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന എംപ്ലോയിയും അടയ്ക്കണം, എനിക്ക് ജോലി തന്ന എംപ്ലോയറും അടയ്ക്കണം. രണ്ടുപേരും അടയ്ക്കണം പൈസ പ്രീമിയം ആയിട്ട്. ഓക്കെ, അതുവരെ മനസ്സിലായോ? അവിടെ വരെ ഓക്കെ ആണല്ലോ? അപ്പോ ഇനി ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണോ അടയ്ക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും. കാരണം എംപ്ലോയറുടെ കയ്യിൽ കുറവ് കാശുണ്ട്, അങ്ങോട്ട് കൂടുതൽ അടയ്ക്കാം. ഞാൻ ഒരു നിത്യ എന്താ പറയാ ദിവസക്കൂലി വാങ്ങിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് എന്റേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷനെ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ആർക്കറിയാം? ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് തന്നെ okay, employers and employees share the premium for participating in the health insurance scheme. ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില് പങ്കാളിയാകാൻ വേണ്ടിയിട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എത്രയാണ്? അദ്ദേഹത്തിന്റെ വേജസിന്റെ, അദ്ദേഹത്തിന്റെ കൂലി എത്രയാണോ അതിന്റെ 0.75% മാത്രം അടച്ചാൽ മതി. 0.75% അദ്ദേഹത്തിന്റെ കൂലി ഇൻറ്റു 0.75/100 അല്ലെ, 0.5% എന്ന് പറയുമ്പോൾ അറിയാലോ അത്രയും രൂപയാണ് ആളടയ്ക്കുന്നത്. എന്നാൽ എംപ്ലോയർ എത്ര അടയ്ക്കണം? ആ പറഞ്ഞ എംപ്ലോയിയുടെ കൂലിയുടെ 3.25 മെജോറിറ്റി അയാളാണ് അടയ്ക്കുന്നത്. ആര്? എംപ്ലോയർ ആണ്. എംപ്ലോയർ അടയ്ക്കേണ്ട ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3.25% ഓഫ് ദ വേജ് ബിൽ. ആ വേജ് ബില്ലിന്റെ അതായത് വേജസിന്റെ എമൗണ്ടിന്റെ 3.25% ആരടയ്ക്കണം? എംപ്ലോയർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം, എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ESI പ്രകാരം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയർ ആൻഡ് ഓൾസോ എംപ്ലോയി ഹാവ് ടു മേക്ക് ദ കോൺട്രിബ്യൂഷൻ. രണ്ടു കൂട്ടരും കോൺട്രിബ്യൂഷൻ നടത്തണം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് 3.25% ഓഫ് ദ വേജ് ആൻഡ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് 0.75% ഓഫ് ദ വേജ്. ക്ലിയർ ആയോ? അതിന് വരെ ഓക്കെ ആണോ? 21,000 രൂപയ്ക്ക് താഴെ കൂലി വാങ്ങിക്കുന്ന, മാസം കൂലി വാങ്ങിക്കുന്ന എല്ലാവർക്കും എംപ്ലോയീസിന്, അതായത് ഫാക്ടറി വർക്കേഴ്സിനൊക്കെ തന്നെ ഈ ഒരു ജോലി എന്താ പറയാ സ്കീമിൽ പങ്കാളികളാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോ തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ എടുത്ത് പറയുന്നുണ്ട്, എംപ്ലോയി. ഇനി ചില എംപ്ലോയീസിന് അടയ്ക്കണ്ട. ആർക്കടയ്ക്കണ്ട? ദോസ് ഹു ഏൺ wages less than 176 per day ആണ് കേട്ടാ. 176 രൂപയിൽ താഴെ കൂലി വാങ്ങിക്കുന്ന, 176 രൂപയിൽ താഴെ മാത്രം കൂലിയാണ് ഒരു ദിവസം ഒരു എംപ്ലോയിക്ക് കിട്ടുന്നതെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അടക്കണ്ട. ദാറ്റ് മീൻസ് മുഴുവൻ കോൺട്രിബ്യൂഷൻ ആര് തന്നെ അടച്ചോളണം? എംപ്ലോയർ തന്നെ അടച്ചോളണം. മനസ്സിലായോ? എംപ്ലോയർ തന്നെയാണ് അടയ്ക്കേണ്ടത്. 176 രൂപ കൂലി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്ക് ഈ പറയുന്നതിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ട, എംപ്ലോയർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്നൊരു എക്സെപ്ഷൻ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഒഴിവ്. മനസ്സിലായോ? എല്ലാവരെയും കൊണ്ട് അത് പറ്റിയെന്ന് വരൂല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ 176 രൂപ പോലും ഒരു ദിവസം ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആൾക്കത് അടയ്ക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ എംപ്ലോയറും എംപ്ലോയിയും ബോത്ത് രണ്ടുപേരും അടയ്ക്കേണ്ടത് നിർബന്ധമാണ് എങ്കിലും അവിടെ ഒരു എക്സെപ്ഷൻ കേസ് പറഞ്ഞിരിക്കുന്നതാണ് എംപ്ലോയിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. 176 രൂപയിൽ കുറവ് ഇത് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ESIയുടെ ബെനഫിറ്റുകളും അല്ലെങ്കിൽ അത് കിട്ടുന്ന ബെനഫിറ്റുകൾ ഏതൊക്കെ രീതിയിലാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ESI സ്ഥാപിതമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ സിക്നസ് ബെനഫിറ്റ് കിട്ടുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു. സിക്നസ് ബെനഫിറ്റിന് അവൈലബിലിറ്റി, ആ ഒരു ബെനഫിറ്റ് കിട്ടണമെങ്കിൽ 78 days ബിഫോർ ദ സിക്നസിന് തൊട്ട് മുന്നുള്ള 78 ദിവസം ആള് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. മെറ്റേണിറ്റി ബെനഫിറ്റിന് അവൈലബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? 70 days, ആ ഒരു മെറ്റേണിറ്റിയുടെ ബെനഫിറ്റ് അവൈൽ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നുള്ള 70 ദിവസം ആള് ജോലി ചെയ്തിരിക്കണം. പിന്നെ ഈ പറയുന്ന എന്താ പറയാ ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ESI. അവർക്കുണ്ടാകുന്ന റിസ്കുകൾ, ഓക്യുപേഷണൽ ഹസാർഡ്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഒരു സ്കീം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയില് ഓവറോൾ ഇന്ത്യയില് എന്താ പറയാ പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്, അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവർക്ക് 21,000 പെർ മന്തിനേക്കാൾ താഴെയാണ് അവർ ഏൺ ചെയ്യുന്നത്. ഒരു മാസത്തിലാണ് 21,000 രൂപയ്ക്ക് താഴെ കൂലി വാങ്ങിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്കീമിൽ പങ്കുചേരാൻ പറ്റും. എംപ്ലോയറും എംപ്ലോയിയും രണ്ടുപേരും ഈ ഒരു സ്കീമിലെ കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എംപ്ലോയർ പറയുന്ന എംപ്ലോയിയുടെ വേജസ് കൂലിയുടെ 3.25%, എംപ്ലോയി തന്റെ കൂലിയുടെ 0.75% എന്താ പറയാ കോൺട്രിബ്യൂഷനും നടത്തണം എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എംപ്ലോയർ മുഴുവൻ പൈസ അടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി പറയുന്നുണ്ട്. അതെപ്പോഴാണ്? എംപ്ലോയിയുടെ വരുമാനം 176 രൂപ ഡെയിലി പെർ ഡേ ആണ് കേട്ടോ. അതിൽ കുറവാണെങ്കിൽ എംപ്ലോയി അയാളുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫുൾ കോൺട്രിബ്യൂഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ എംപ്ലോയർ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. യെസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ബെനഫിറ്റുകളാണ്. നേരത്തെ പറഞ്ഞത് എന്താ പറയാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തൊക്കെ ബെനഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സിക്നസ് ബെനഫിറ്റ് ആണ്. സിക്നസ് ബെനഫിറ്റ് അതെങ്ങനെ കിട്ടണേ? എങ്ങനെ കിട്ടും? സിക്നസ് രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ജോലിക്ക് പോകാതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് നേട്ടമാണ് ഈ ഒരു സ്കീമിനകത്ത് പങ്കെടുത്താലും ഉണ്ടാകുക? എംപ്ലോയീസ് ഗിവൺ അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ഡെയിലി വേജ്. ഒരു ദിവസം ആളുടെ കൂലി എത്രയാണ്? ആ കൂലിയുടെ 70% എന്താ പറയാ പൈസയും കിട്ടും. 70%. ഇപ്പൊ ഒരു 1000 രൂപയാണെങ്കിൽ 700 രൂപ അല്ലെ? 1000ന്റെ 70%. അങ്ങനെയല്ലേ? 1000 into 7500, 1000 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 1000 രൂപയാണെങ്കിൽ അതിൽ ഒരു 70% കിട്ടും എന്ന് പറഞ്ഞാൽ 700 രൂപ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര രൂപയാണ് ആളുടെ കൂലി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആവറേജ് 70% ആയത് ഡെയിലി ഇൻകമിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടും. എത്ര ദിവസം വരെ കിട്ടും? മാക്സിമം പീരീഡ് ഓഫ് 91 days in 1 year. 91 ദിവസം. ഒരു ഇയറിൽ അയാൾക്ക് എപ്പോഴൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് ജോലിക്കൊക്കെ പോകാണ്ടിരുന്നിട്ടുണ്ടോ ആളുടെ ആ വേജസിന്റെ 70% കാശ് എവിടെ കിട്ടും? 91 ദിവസം വരെ. ഒരു വർഷത്തിൽ 91 ദിവസം. മനസ്സിലായി? അപ്പൊ 91 ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ അടുപ്പിച്ച് 91 ദിവസം ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ അസുഖം വന്നു, കുറെ ദിവസമൊക്കെ പോകാണ്ടായി, അപ്പൊ ഒരു 5-6 ദിവസം പോയി, പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ട് അതിൽ പിന്നെ വന്നേക്കണം. അങ്ങനെ 91 ദിവസത്തോളം വരെയെങ്കിലും ആ ഒരു ബെനഫിറ്റിന് അർഹരാണ് ഈ പറയുന്ന ഫാക്ടറി എംപ്ലോയീസ് ഓർ വർക്കേഴ്സ്. ഓക്കെ, സിക്നസ് ബെനഫിറ്റ് അപ്പൊ ഇങ്ങനെയാണ് അവർക്ക് അവൈലബിൾ ആകുന്നത്. വേജസിന്റെ 70% 91 ദിവസം വരെ. ഇയറിലാണ്, പെർ ഇയർ ആണ്, അല്ലാണ്ട് ജീവിതകാലം മുഴുവനും ഉള്ള ദിവസങ്ങളല്ല നോക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ സിക്നസ് ബെനഫിറ്റ് കിട്ടുന്നതിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? ഇനി അതുകൂടാതെ എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനഫിറ്റ് കൂടി കിട്ടുന്നുണ്ട്. എക്സ്റ്റെൻഡഡ് ചില രോഗങ്ങളുണ്ട്, ചില അസുഖങ്ങളുടെ പ്രത്യേകതകൾ നമുക്കറിയാം. അത് എത്ര പെട്ടെന്നൊന്നും റിക്കവർ ആകില്ല. അതായത് ഇപ്പൊ ചില രോഗം വന്നു, ശ്വാസം തടസ്സം, അങ്ങനെ ചുമയൊക്കെ വന്നിട്ട് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് അപ്പൊ ചിലപ്പോ ഒരു 5-8 ദിവസമൊക്കെ അടുപ്പിച്ച് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു. ചില ആളുകൾക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാകാം, എന്താ പറയുക നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ട്. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖമാണെങ്കിൽ അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു. അപ്പൊ 91 ദിവസം വരെ കിട്ടുള്ളൂ സിക്നസ് ബെനിഫിറ്റ് ആണെങ്കിൽ, ആദ്യത്തെ കാര്യം പറഞ്ഞാണെങ്കിൽ. ഇനി അതിന് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആയിട്ടും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ സർട്ടൻ ടൈപ്സ് ഓഫ് ഡിസീസസ്, ചില രോഗങ്ങൾക്കാണ് ചില രോഗങ്ങളുടെ പേരുകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ട്യൂബർകുലോസിസ്, ചില ഫ്രാക്ചേഴ്സ്, ലെപ്രോസി, പിന്നെന്താ മാലിഗ്നസി എക്സെട്ര. ഇതൊക്കെ എന്താണ്? ചില രോഗങ്ങളൊക്കെ. ട്യൂബർകുലോസിസ് അറിയാലോ, എന്ത് രോഗമാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്? TB എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കോമൺ ഡിസീസ് ആയിരുന്നു TB എന്ന് പറയുന്നത്. എന്താ TB?
ഈ എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ ചുമച്ചുകൊണ്ടേയിരിക്കുക, അതായത് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ കൂടിയിട്ടൊക്കെ. എന്നാൽ ഇന്ന് അതൊന്നും അധികം ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ബിക്കോസ് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ നമ്മളുടെ ഇഞ്ചക്ഷൻസ് ഒക്കെ നമുക്ക് നേരത്തെ കൂടെ അതിന്റെ ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എടുക്കുന്നതുകൊണ്ട്. പണ്ടൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനത്തെ കുറെ ചില കാര്യങ്ങൾക്ക്, ചില രോഗങ്ങൾക്കൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ജനിച്ചു കഴിഞ്ഞ് ഇത്ര മാസങ്ങളും അല്ലെങ്കിൽ ഇത്ര ഡേയ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓരോന്നോരോന്ന് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ട്യൂബർകുലോസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നതല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 92 ദിവസം ഒന്നും പോരാ എന്നാണ് പറയുന്നത്. അത് 91 ദിവസം ഒന്നും പോരാ, എക്സ്റ്റെൻഡഡ് ആണ്. അതെ, ക്ഷയരോഗം അത് തന്നെയാണ് TB എന്ന് പറയുന്നത്. പിന്നെ ലെപ്രോസി എന്താ? ലെപ്രോസി കുഷ്ഠരോഗം, അതും ഇതുപോലെ വലിയ കാര്യമായിട്ട് നമുക്ക് കാണുന്ന ഒരു അസുഖമല്ല. കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമുക്കറിയാം. അതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൊണ്ടൊന്നും പറ്റില്ല. കുറെ ദിവസങ്ങളൊക്കെ എടുക്കും, ഒത്തിരി ദിവസങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ ചികിത്സിക്കേണ്ടേക്ക് വരും. ഫ്രാക്ചേഴ്സ്, വലിയ തരത്തിലുള്ള ഒടിവോ ചതവൊക്കെ ഒരു ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഭാഗത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ ദിവസമൊക്കെ. അപ്പൊ ഈ 91 ദിവസം അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു ഡ്യൂറേഷൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സിക്നസ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാലിഗ്നസി, മാരകമായിട്ടുള്ള ചില രോഗങ്ങൾ, ഒത്തിരി മാരക രോഗങ്ങളുണ്ട്, പെട്ടെന്ന് എന്താ പറയാ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് വലിയ രോഗങ്ങളൊക്കെ വരുന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നേരത്തെ പറഞ്ഞ 91 ദിവസം എന്നുള്ളത് 2 years വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? സിക്നസ് ബെനിഫിറ്റ് ആണെങ്കിലും സാധാരണ വരുന്ന ചില രോഗങ്ങൾക്കൊക്കെ ഒരു വർഷത്തില് 365 ദിവസം ഉണ്ട് നമുക്കറിയാം. അതിൽ 91 ദിവസം വരെ അവര് ലീവുകളൊക്കെ എടുത്തിട്ട് അവർക്ക് അങ്ങനെ വരാണ്ടൊക്കെ പറ്റാണ്ട് ഇട്ടുണ്ടെങ്കിൽ അവരുടെ വേജസിന്റെ ഈ പറയുന്ന 70% കൊടുക്കുന്നു. മറ്റവർക്കാണെങ്കിൽ 70% എന്നുള്ളത് മാറി അത് 80% കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അത് 2 വർഷത്തേക്ക് നീട്ടിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് മനസ്സിലായോ? ചില രോഗങ്ങൾക്കാണ് കേട്ടോ അത്. അതായത് മാരക രോഗങ്ങള്, ലെപ്രോസി, അതുപോലെ തന്നെ ട്യൂബർകുലോസിസ്, ഫ്രാക്ചേഴ്സിനൊക്കെയാണ് ഇങ്ങനെ കൊടുക്കുക. ഇനി എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സിക്നസ് ബെനിഫിറ്റ്. വീണ്ടും പറയുന്നത് അപ് ടു 7 days ഫോർ മെയിൽ ബെനഫിഷ്യറീസ്, അതായത് പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് 7 ദിവസവും, ആൻഡ് 14 days ഫോർ ഫീമെയിൽ ബെനഫിഷ്യറീസ്. ആർക്കാണ്? സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസവും അവിടെ പറയുന്നുണ്ട്. ഏത് സമയത്താണ് അത്? ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വന്ധ്യകരണം എന്നൊക്കെ പറയില്ലേ നമ്മള്, പ്രസവം നിർത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കുറച്ച് ദിവസമൊക്കെ ചിലപ്പോ എന്താ പറയാ അവർക്ക് റെസ്റ്റ് എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അത് 2 രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൽ ബെനഫിഷ്യറീസിന് 7 ദിവസവും, അതുപോലെ തന്നെ ഫിമെയിൽ ബെനഫിഷ്യറീസിനാണെങ്കിൽ 14 ദിവസവുമാണ് ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ അവർ കൊടുക്കുന്നത്. അതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ESI പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നത്. 7 പുരുഷന്മാർക്കും 14 സ്ത്രീകൾക്കും. ക്ലിയർ ആണല്ലോ? നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അവിടെ. മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനന്തരമായിട്ടുള്ള ചില ബെനിഫിറ്റുകൾ കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ സ്ത്രീകൾക്കായിരിക്കും ആണ് അത് പ്രത്യേകിച്ച് കിട്ടുക. 180 days ഓഫ് ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി, അതായത് ഗർഭധാരണ സമയത്ത് 180 ദിവസം. അതാണ് 3 ദിവസമൊക്കെ മെറ്റേണിറ്റി ലീവ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടല്ലേ, 3 മാസം അല്ലെ? അതായത് പ്രസവം അടുക്കാറാകുന്നത് മുതല് പിന്നെ അങ്ങോട്ട് 2 മാസമൊക്കെ കുട്ടിയെ പരിചരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതാണ് 180 ദിവസം. അതായത് 180 എന്ന് പറയുന്നത് 3 മാസമായിട്ട് നമ്മൾ ഡേയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ 180 ദിവസം പ്രഗ്നൻസി പീരീഡില് 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. അതായത് മിസ്കാരേജ്, അതായത് കുട്ടി ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏതെങ്കിലും രീതിയിൽ കുട്ടി ഇല്ലാതാകുന്നത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ MTP എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് പ്രസവം നിർത്തലാണ് അല്ലെ? പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 6 weeks വേറെ പറയുന്നുണ്ട്. 6 ആഴ്ചയാണ് സ്ത്രീകൾക്ക് അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 180 ദിവസം പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ 6 weeks ഇൻ കേസ് ഓഫ് മിസ്കാരേജ് ഓർ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, 180 ദിവസം എന്ന് പറയുന്നത് ഓക്കെ 6 months പ്രഗ്നൻസി പീരീഡിലും 6 weeks മിസ്കാരേജിലും, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്രയും ബെനിഫിറ്റുകൾ മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ESI പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റുകളാണ് പറഞ്ഞേക്കുന്നത്. ഓരോന്നിലും സിക്നസ് ബെനിഫിറ്റ് എന്താണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഏത് രീതിയിലാണ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഏത് രീതിയിലാണ്, അങ്ങനെ ഓരോന്നിനും പ്രത്യേകം തരം തിരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്.
ഇനി ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറെ നാളുകളൊക്കെ ഇങ്ങനെ ജോലിക്കൊക്കെ പോകാൻ പറ്റാത്ത രീതിയിൽ ഡിസേബിൾഡ് ആയി പോവുക, ഒട്ടും തന്നെ പറ്റാതെ എന്തെങ്കിലും തരത്തിലുള്ള കൈകൾക്കോ കാലുകൾക്കോ ഒക്കെ വലിയതൊക്കെ കാര്യങ്ങൾ സംഭവിച്ച് ഒട്ടും പറ്റാതെ പോകുന്ന സമയത്ത് 90% ഓഫ് വേജസ്, അവരുടെ കൂലിയുടെ 90% രൂപയും എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ആയിട്ട് ആ ഡിസേബിൾമെന്റ് മൊത്തം പീരീഡിലും കൊടുക്കും. ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ആ ദിവസത്തെ കൂലി എത്രയാണോ അതിന്റെ 90% അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര നാളത്തേക്കാണോ ഡിസേബിൾമെന്റ് ഉണ്ടായിരുന്നത് ആ സമയം വരെ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. ഓക്കെ, ഇന്ന ദിവസം വരെ ഇത്ര ദിവസം വരെ എന്നല്ല പറഞ്ഞേക്കണം, ഡിസേബിൾമെന്റ് പീരീഡ് മൊത്തത്തിൽ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ടെമ്പററി ഡിസേബിൾഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ കാലാകാലത്തോളം ഡിസേബിൾഡ് ആകുന്നതല്ല. പെർമനന്റ് ആയിട്ടുള്ള ഇനി അത് ഒരിക്കലും അതിൽ നിന്ന് അതിജീവിച്ച് ഇനി ഒരു എബിലിറ്റിയിലേക്ക് വരില്ല എന്നുള്ള സാഹചര്യത്തിലല്ല, ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഡിസേബിൾഡ് ആകുന്ന സമയമാണ്. ചിലപ്പോ കൈ കാലൊക്കെ ഒടിഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ വലിയ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ച് കുറെ നാളുകളൊക്കെ കിടക്കേണ്ടി വരിക, അങ്ങനെയുള്ള സമയത്തൊക്കെ കിട്ടും. പക്ഷെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ ആൾക്ക് ജോലിക്ക് പോകാലോ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് കേട്ടോ. അത് ക്യാഷ് ആയിട്ടാണ് 90% പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്യൂണറൽ ബെനിഫിറ്റുകളാണ് അടുത്തത്. എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പറിന്, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ജോലിയിൽ ഇരിക്കുന്ന ആള് അത് മരിക്കുന്ന സമയത്ത് ഇയാളുടെ ESI എന്താ പറയാ പ്രകാരം സ്കീമില് പങ്കാളിയായിട്ടുള്ള ആളുകളാണെങ്കിൽ ആളുടെ വീട്ടിലെ ഏറ്റവും പ്രായപൂർത്തിയായ ആളാണ് എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ആരാണോ ആൾക്ക് ഒരു 15,000 രൂപ ഇതിനു വേണ്ടി കൊടുക്കും. ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക ചടങ്ങുകൾക്കും മറ്റുമായിട്ടാണ് 15,000 രൂപ വരെ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ്. എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഇസ് ഗിവൺ ആൻ എമൗണ്ട് ഓഫ് 15,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ ഓരോ ബെനിഫിറ്റ് ആണ് കേട്ടോ. അടുത്തത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. ഇത് മെമ്പേഴ്സ് എന്താ പറയാ നമുക്ക് ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഉണ്ടാകുന്ന എല്ലാ ട്രീറ്റ്മെന്റും, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, ആംബുലൻസ് സർവീസസ്, മാത്രമല്ല ഇൻഡോർ സർവീസസ്, ഒരു ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ചെലവുകളും മീറ്റ് ചെയ്യുന്ന മെഡിക്കൽ ബെനിഫിറ്റും ESI പ്രകാരം ആ പറയുന്ന എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്. എംപ്ലോയിക്ക്, അതായത് ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കൂടുതലും ഈ ഒരു പോളിസി. തീർച്ചയായിട്ടും ആ പറയുന്ന എംപ്ലോയിക്ക് ആളുടെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയതോ അതിന്റെ ഹോസ്പിറ്റലിന്റെ ചാർജസ്, ഇൻഡോറും ഔട്ട്ഡോറും, എന്താ ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അകത്തുണ്ടാകുന്ന ചെലവാണ്, ഹോസ്പിറ്റലിന്റെ പുറത്തെന്ത് ചെലവുണ്ടാകുന്ന ആംബുലൻസിൽ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റുകൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കിട്ടേണ്ടി വന്നിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയോ അവിടുത്തെ ചെലവുകളോ അതൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഔട്ട്ഡോർ ട്രീറ്റ്മെന്റുകളും സ്പെഷ്യലിസ്റ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻഡോർ ട്രീറ്റ്മെന്റുകൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റും ESI പ്രകാരം അവർക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇത്രയും ബെനിഫിറ്റുകളാണ് ESIയിൽ കൊടുക്കുന്നത്. ഏതൊക്കെയാ? സിക്നസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. കണ്ടോ, ഇതിനൊക്കെ ഇവർക്ക് എന്താ പറയാ അവൈലബിലിറ്റി ഉണ്ട്. ബെനിഫിറ്റ് ഇൻഡെംനിഫൈ ചെയ്ത് കിട്ടാനുള്ള സാധ്യതകൾ ഉള്ളതാണ് ESI പ്രകാരം. ഒരുപാട് പേര് അതുകൊണ്ട് ഒത്തിരി ഈ പറയുന്ന എംപ്ലോയീസ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ റിസ്കി ആയിട്ടുള്ള ജോലിയുമാണ്, ഒത്തിരി അധ്വാനം ഹാർഡ് വർക്കിംഗ് ഒക്കെ ആവശ്യമുള്ള ജോലികളും ആയിരിക്കും ഈ വർക്കേഴ്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1948. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ESIനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ESI എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആരാണ് ഇതിന്റെ സെമി ഗവൺമെന്റ് ബോഡിയാണ് ഇത്, ആരാണ് അതിന്റെ ചെയർമാൻ എന്നും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നിനും പ്രത്യേകം കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ അതിൽ വരയ്ക്കൊന്നും വേണ്ട, കാരണം ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചാൽ മതി. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന എമൗണ്ടുകൾക്ക്, ഡേറ്റുകൾക്ക്, ദിവസങ്ങൾക്ക്, പെർസെന്റേജുകൾക്ക് ഒക്കെ ചോദ്യങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രത്യേകിച്ച് ഒരു സാധനം നമുക്കവിടെ അടയാളപ്പെടുത്താൻ പറ്റില്ല. ഇതൊക്കെ എളുപ്പം വായിച്ചാലും മനസ്സിലാവുന്നത്. എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ഇത്തരം സ്കീമുകളിൽ അവര് പങ്കാളികളാകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് പറയാലോ? പറഞ്ഞ ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോകാം.
ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനകത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേരില് എംപ്ലോയർ ആണ് ഇതിന്റെ ഒരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ നടത്തും, അതുപോലെ എംപ്ലോയിയും അതിന്റെ കോൺട്രിബ്യൂഷൻ നടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞു the contributions made under this employee state insurance scheme is both made by the employer and also employer. രണ്ടു കൂട്ടരിൽ നിന്നും അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ സ്കീമിലേക്ക് അടയ്ക്കണം. തീർച്ചയായിട്ടും അടയ്ക്കുന്നത് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ലെറ്റ്സ് കാൽക്കുലേറ്റ് വേജസ് ആസ് പെർ ESI Act 1948 is INR 20,000. INR എന്താ? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ്. നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ട് നമ്മുടെ അംഗീകരിക്കപ്പെട്ട രൂപയുടെ മൂല്യം അതാണ് ഉദ്ദേശിക്കുന്നത്. 20,000 രൂപയാണ് ഒരു ESI ആക്ട് പ്രകാരം ഒരാളുടെ കൂലി എന്ന് വിചാരിക്കുക. ആളുടെ കൂലി 20,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ESI ആക്ട് പ്രകാരം ആൾക്ക് എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അത് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് എത്ര രൂപ വീതാണെന്ന് അവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 3.25% ആണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എത്ര ശതമാനമാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? 3.25%. അത് അവിടെ കാണിച്ചിട്ടുണ്ട്. 20,000 ഇൻറ്റു 3.25% ബൈ 100 ചെയ്യണം. അപ്പൊ കിട്ടിയേക്കുന്നത് 650 രൂപയാണ്. അതൊന്ന് നോക്കിയേ, അടുത്ത് ഫോണോ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ ശരിയാണോന്ന്. അതുപോലെ തന്നെ എംപ്ലോയി തന്റെ ആ വേജസിന്റെ 0.75% ആണ് 20,000 ഇൻറ്റു 0.75%. ശതമാനത്തിന്റെ ചിഹ്നമൊക്കെ കാൽക്കുലേറ്ററിലുണ്ട്, നമ്മളുടെ സാധാ കാൽക്കുലേറ്ററിലും ഉണ്ട്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ആ കാൽക്കുലേറ്ററിനേക്കാൾ ഉപരി നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഫോണിന്റെ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ അത് കിട്ടുന്നത് 150 ആണ്. 650 രൂപ ആരടയ്ക്കും? നമുക്ക് വേണ്ടിയിട്ട്, അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ 650 രൂപ എംപ്ലോയറിന്റെ കാശിൽ നിന്ന് തറച്ചോളണം. അതായത് അവരുടെ ബിസിനസിന്റെ ഓർഗനൈസേഷൻ എവിടെ നിന്നാണെന്ന് വെച്ചാൽ അവിടെ നടച്ചോളണം. 150 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി. അതായത് 20,000 രൂപ വാങ്ങിക്കുന്ന ആളാണെങ്കിലാണ് കേട്ടോ പറഞ്ഞത്. 20,000 ഇൻറ്റു 0.75%, 150 രൂപയാണ്. അത് രണ്ടും കൂടി കൂട്ടി 800 രൂപയാണ് നമുക്ക് ആ ഇൻഷുറൻസ് സ്കീമിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ അടയ്ക്കേണ്ടത്, നമ്മളുടെ പേരിൽ അടയ്ക്കേണ്ടത്. ശരിയാണോ നോക്കിയാൽ നിങ്ങളൊന്ന് ചെയ്ത്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞതാ. എല്ലാവരും ചെയ്ത് നോക്കിയോ? അതിന് ഒരാൾ മാത്രമാണോ ഇതെങ്ങനെ ചെയ്തെന്നാവോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ? അല്ല, എല്ലാവരും ചെയ്ത് നോക്കാട്ടാ. ആ ഒരു കാൽക്കുലേഷൻ ഇവർ കാണിച്ചേക്കുന്നതാണ്, അതൊക്കെ ഒന്ന് നോക്കണം. 3.25% മറക്കരുത്. 0.75% എംപ്ലോയി കൊടുക്കേണ്ടതാണ്, അതും മറക്കരുത്. എല്ലാം കൂടെ മാറിയും പോകരുത്. എംപ്ലോയർ ആകുമ്പോ അയാളുള്ള കാശുകാരൻ, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ അടയ്ക്കണം. എംപ്ലോയി ആളുടെ കൂലി വളരെ ചെറുതാണ്, ആള് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്നാണ് കേട്ടോ. രണ്ട് കൂട്ടരുടെയും ആ കോൺട്രിബ്യൂഷൻ ചേർന്ന് അതവിടെ കിടക്കും. ആളുടെ ഏതെങ്കിലും ആക്സിഡന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ വേണ്ടി വരുമ്പോ ഈ ഒരു കോൺട്രിബ്യൂഷൻ ഇങ്ങനെ അവിടെ കിടന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നു, അവൈലബിലിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ ആ ബെനിഫിറ്റുകളൊക്കെ ഒന്ന്. ഓരോ ബെനിഫിറ്റുകൾക്കും പ്രത്യേകതകളുണ്ട്. ഇത്ര പെർസെന്റേജ് വേജസിന്റെ കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഇത്ര ദിവസം കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ദിവസവും പെർസെന്റേജും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അതല്ല, പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 180 ദിവസമാണ് കേട്ടോ, 6 months. അതുപോലെ തന്നെ മെയിൽ ബെനിഫിഷ്യറീസിനും ഫീമെയിൽ ബെനിഫിഷ്യറീസിനും രണ്ട് രീതിയിലാണ് ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ കിട്ടുന്നത്. 7ഉം 14ഉം ആണ്, അത് ഓർക്കണം. ഡിസേബിൾമെന്റ് പീരീഡിൽ 90% വേജസിന്റെ കിട്ടുന്നുണ്ട്, ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുക. അത് ആ ഡിസേബിൾമെന്റ് പീരീഡിൽ മൊത്തം കിട്ടും. അവിടെ ഇത്ര ദിവസം എന്ന് എടുത്തു പറയുന്നില്ല. അതേസമയം മരിക്കുകയാണെങ്കിൽ അവിടുത്തെ എൽഡസ്റ്റ് മെമ്പർക്ക് ഒരു 15,000 രൂപയാണ് കിട്ടുക. അത് കിട്ടുന്നത് ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കുക.
ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, ബിക്കോസ് ഇതിനകത്ത് ഒരുപാട് ദിവസങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ഫുൾ ഫോംസ് ഉണ്ട്, എക്സ്പാൻഡഡ് ഫോം ഒക്കെ, പിന്നെ ഓരോന്നിനും അതിന്റെ ഇയറുകളൊക്കെ പറയുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റുകൾ ഇയറുകളൊക്കെ പറയുന്നുണ്ട്, അടുത്തതിലൊക്കെ ഉണ്ട്. അടുത്തത് മറ്റൊരു സ്കീമാണ് നമുക്ക് പഠിക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് CGHS. അതാണ് അതിന്റെ ഫുൾ ഫോം. CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊരു ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. കുറച്ച് പഴയ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ പുതിയതായിട്ട് നിലവിൽ വന്നതൊന്നുമല്ല, പുതിയതായിട്ട് നിലവിൽ വന്ന പോളിസി സ്കീമുകൾ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇത് എന്താ പറയാ കൂടുതലും അത് കൊണ്ടുവന്നത്. അത് ഇന്ന് ഇപ്പൊ കറന്റ്ലി വളരെ ഇഫക്റ്റീവ് ആയിട്ട് അത് കൊണ്ടുവന്നത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ് ഈ ഒരു സ്കീം കേട്ടോ. അപ്പൊ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1954ലാണ്, 1954ലാണ്. ഈ ഒരു സ്കീം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻ പറ്റുന്നവർക്കും വേണ്ടിയിട്ട് അവരെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. 1954 ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അത് കൂടുതൽ എന്താ ചെയ്യുക, കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇതിന്റെ ബെനഫിഷ്യറീസ് എന്ന് വെച്ചാൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർ, ഒരു ലാർജ് വോളിയം ഓഫ് ആൾക്കാരുണ്ട് ആ ഒരു സ്കീമിലേക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന. ഒരുപാട് ആൾക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരും അതോടൊപ്പം തന്നെ പെൻഷനേഴ്സും, ഇവർക്ക് രണ്ടു കൂട്ടർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്താ പറയാ ഒരു കവറേജ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്, അവരുടെ ഫാമിലി കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരൊക്കെ ജോലി ചെയ്യുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ അവർക്ക് ഉണ്ടാകാവുന്ന ചില ചെലവുകളൊക്കെ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഓൾഡസ്റ്റ് ഒരു സ്കീമാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. 1954ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടുതലും ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലീസിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണുണ്ടോ? CGHS അവിടെ അണ്ടർലൈൻ ചെയ്യാം. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1954 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അത് കവറേജ് ടു ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് എന്നുള്ള ലാസ്റ്റത്തെ ആ ഒരു സെന്റൻസിന്റെ അവിടെ കിടക്കുന്നതും അണ്ടർലൈൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതിന്റെ ബെനഫിഷ്യറീസ് ആരൊക്കെയാണ് ഇതിനകത്ത്, ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം പറയും. കുറച്ച് ആൾക്കാരുടെ പേരുകൾ ഇന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കൂടുതലും ഇതിന്റെ ഈ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും പേര് ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ വരിക. ഓക്കെ, സിമ്പിൾ അല്ലേ? ഒരു എനർജി ഇല്ല കേട്ടോ ഇന്ന്, പക്ഷെ എനിക്ക് തോന്നിയില്ല ഇന്ന് വലിയ എനർജി ഉണ്ടെന്ന് തോന്നിയില്ല ആർക്കും. ഇത് പറ്റിയെന്നാവും, ക്രിസ്മസ് ഒക്കെ അടുത്തത് കൊണ്ടാണോ? എനിക്ക് ഇവിടെ തുറന്നു വെച്ചിട്ട് പകുതി ആൾക്കാര് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അറിയില്ല.